ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമുക്കിന്നിവിടെ നല്ല നാടൻ രീതിയിൽ മുളക് അരച്ചൊരു മീൻകറി വെക്കാവേ. അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മളൊരു 10 കാശ്മീരി ചില്ലിയാണ് കേട്ടോ, ഒരു 20 മിനിറ്റ് വെള്ളത്തിലിട്ടിട്ടുണ്ട്. 10 എണ്ണമാണ് കേട്ടോ. 20 മിനിറ്റ് ചൂട് വെള്ളത്തിൽ കുതിക്കാനിടണം. അന്നേരത്തേക്കും അത് നല്ല വൃത്തിക്ക് സോഫ്റ്റായിട്ട് കുതിരും. അത് നമ്മൾ ആ വെള്ളം തന്നെ ഒഴിച്ച് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുത്താൽ മതി. അത് പെട്ടെന്ന് അരഞ്ഞ് കിട്ടും കേട്ടോ. ആ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് പെട്ടെന്ന് അത് അരച്ചെടുക്കാം. അതിനുശേഷം നമ്മളൊരു ചട്ടി അടുപ്പത്തേക്ക് വെക്കുന്നുണ്ട്. അതിലേക്ക് ഒരു നുള്ളു ഉലുവായും ഒരു 1/2 ടീസ്പൂൺ കടുകും കൂടി ഇട്ട് അതൊന്ന് പൊട്ടി വരുമ്പോഴേക്കും നമ്മളതിലേക്ക് ഒരു 5 ചെറിയുള്ളി, കുറച്ച് വലിയ ചെറിയുള്ളിയാണ്, അതുകൊണ്ട് 5 എണ്ണം എടുത്തിട്ടുള്ളൂ. അത് ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ടിട്ട് ഒന്ന് മൂപ്പിക്കണം കേട്ടോ. ഇതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമ്മളതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് അതിൻ്റെ ആ പച്ചമണമൊക്കെ മാറി ഒരു നല്ലൊരു മൂത്ത സ്മെല്ലിങ്ങനെ വരും. അതുവരെ നമ്മളിതൊന്ന് മൂപ്പിച്ചെടുക്കണേ. അതൊന്ന് മൂത്ത് കഴിയുമ്പോഴേക്കും നമ്മൾ അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കറിവേപ്പിലയും കൂടി ഇട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മുളക് അതങ്ങ് ഇട്ട് കൊടുക്കണം. അതിട്ടിട്ട് നല്ല വൃത്തിക്ക് അതൊന്ന് ഇളക്കി യോജിപ്പിക്കണേ. അതിനുശേഷം അതിൻ്റെ ആ ഒരു എണ്ണ തെളിഞ്ഞ് വരണം, അതുവരെ നമ്മൾ ഇളക്കണം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടി ഒന്ന് മിക്സാക്കി നല്ലോണം ഒന്ന് നല്ല മൂത്ത് കഴിയുമ്പോൾ നല്ല മുളക് മൂത്തതിൻ്റെ നല്ലൊരു സ്മെല്ല് വരുവേ. അതുവരെ നമ്മളിതൊന്ന് ഇളക്കണം. അന്നേരത്തേക്ക് നമ്മുടെ എണ്ണയൊക്കെ സൈഡിൽ കൂടി ഇങ്ങനെ തെളിഞ്ഞ് വരും. അതിന് ശേഷം നമ്മൾ പുളിയും ഉപ്പും കൂടെ, കുടംപുളിയാണ് കേട്ടോ, കുടംപുളിയും ഉപ്പും കൂടെ വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നു. പിന്നെ നമുക്കിതിന് ആവശ്യമുള്ള വെള്ളം, കുറിയ കറിയാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. കുറച്ച് നീണ്ട കറിയാണ് വേണ്ടെങ്കിൽ വെള്ളം അതിനനുസരിച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ഒഴിച്ചാൽ മതി കേട്ടോ. അത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അത് നന്നായിട്ട് തിളയ്ക്കണം. നന്നായിട്ട് ഇങ്ങനെ വെട്ടി തിളച്ച് കഴിയുമ്പോഴാണ് നമ്മളിതിലേക്ക് മീൻ ഇട്ട് കൊടുക്കുന്നത്. നമ്മളിവിടെ ചൂരമീനാണ് കേട്ടോ, ചൂരമീനാണ്. അത് കഴുകി വൃത്തിയാക്കി വെച്ച് ചൂര ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്ത് അതൊന്ന് കുറച്ച് നേരം ഒരു 15 മിനിറ്റോളം നമ്മൾ മൂടി വെച്ചൊന്ന് വേവിക്കുന്നുണ്ട് കേട്ടോ. ഇത് വെന്ത് കഴിയുമ്പം നമ്മളതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര ഒന്ന് ജസ്റ്റ് ഇടുന്നുണ്ട്. കുറച്ച് കായപ്പൊടിയും കൂടെ. ഇത് നമ്മൾ ഇളക്കുമ്പോൾ ഇങ്ങനെ ചുറ്റിക്കാനേ പാടുള്ളൂ കേട്ടോ. ഇത് ഇളക്കിയാൽ ചിലപ്പോൾ മീൻ പൊടിഞ്ഞു പോകും. ഇല്ലെങ്കിൽ പതുക്കെ ഇളക്കിയാൽ മതി, പതുക്കെ ഇങ്ങനെ തട്ടി കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ ഇങ്ങനെ എടുത്ത് ചുറ്റിച്ചാൽ മതി കേട്ടോ. പഞ്ചസാരയും കുറച്ച് കായം, ഒരു 1/4 ടീസ്പൂൺ ഇങ്ങനെ കായവും കൂടെ നമ്മൾ അതിലേക്കിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണയും ഒരു തണ്ട് കറിവേപ്പിലയും ഇട്ട് നമ്മളിത് മൂടി വെച്ച് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യാത്ത എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ. ഈ കറി നാളത്തേക്കാണ് കേട്ടോ നല്ല സൂപ്പറായിട്ട് വരുന്നത്. ഇങ്ങനെ ട്രൈ ചെയ്യാത്തവർ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.